ഞാൻ സുബ്രഹ്മണ്യം മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ജീവിത സത്യങ്ങൾ കഥ തുടരുന്നു. ഇത് ഒരു ഞായറാഴ്ചയാണ്. സ്കൂളോ ഓഫീസോ ഒന്നും ഇല്ലാത്ത ഒരു വിശ്രമ ദിവസം. എന്നാൽ ശാന്തിയുടെ അനിയനായ രവി കുമാറിൻ്റെ ഒരു വിവാഹ നിശ്ചയം അവരുടെ വീട്ടിൽ നടക്കുന്നതായി അവർ അറിയിക്കുകയും തീർച്ചയായും എല്ലാവരും പങ്കെടുക്കണമെന്ന് അവർ തീർത്ത് പറയുകയും ചെയ്തു. അതിൻ്റെ തിരക്കിലാണ് ശാന്തിയും കുട്ടികളും. എന്നാൽ ദിവാകരൻ ഒരു പ്രത്യേക സ്വഭാവത്തിലെ അടിമയാണ്. ബന്ധുക്കളുടെ പൊങ്ങച്ചം കേൾക്കുന്നതിന് താല്പര്യം ഇല്ലാതിരുന്ന ദിവാകരൻ എങ്ങനെയെങ്കിലും ഈ ഒരു പരിപാടിയിൽ നിന്ന് ഒഴിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദിവാകരൻ നേരെ ശാന്തിയുടെ അടുത്ത് ചെന്ന് ചെറിയ തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല, തീർച്ചയായിട്ടും വിവാഹത്തിൽ ആദ്യം അവസാനം വരെ ഞാൻ ഉണ്ടാകും എന്ന വാക്ക് നൽകി. പലതവണ ശാന്തി നിർബന്ധിച്ചിട്ടും ദിവാകരൻ അതിൽ നിന്നും ഒഴിഞ്ഞ് മാറുകയാണ് ഉണ്ടായത്. ഇത് മനസ്സിലാക്കിയ ശാന്തി ഭക്ഷണം തയ്യാറാക്കി വെച്ച ശേഷം പ്രാതൽ ഭക്ഷണം കഴിഞ്ഞ് കുട്ടികളോടൊപ്പം ഒരു ഓട്ടോ ടാക്സി വിളിച്ച് 10 കിലോമീറ്റർ അകലെയുള്ള തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. ദിവാകരൻ അന്ന് ഒരു സ്വതന്ത്രനായിരുന്നു. ഒരു പ്രത്യേക സ്വഭാവത്തിന് അടിമയായ ദിവാകരൻ മനസ്സിൽ പ്രണയിനിയെയും ഒപ്പം ഭാര്യയെയും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ശരീരത്തിൽ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഒഴിഞ്ഞു മാറിയിരുന്നുകൊണ്ട് തൻ്റെ പഴയ പ്രണയ കഥകളൊക്കെ ഓർക്കുക ദിവാകരന് ഒരു സുഖം നൽകുന്ന അനുഭൂതിയായിരുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ദിവസമാണ് ദിവാകരന് വീണ് കിട്ടിയിരിക്കുന്നത്. ഭക്ഷണ ശേഷം ദിവാകരൻ അത്യാവശ്യ ജോലികൾ ചെയ്ത് അവിടെയുള്ള ചാരുകസേരയിൽ വന്ന് ഇരുന്നു. തൻ്റെ പഴയകാല പ്രണയ കഥകളെക്കുറിച്ച് ദിവാകരൻ ഓർത്തു. ദേവിക ആണ് തൻ്റെ പ്രണയിനിയുടെ പേര്. വീണാവാദനയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ദേവിക ആകൃഷ്ട ഭംഗിയോടുകൂടിയുള്ള ഒരു രൂപവുമായിട്ടാണ് അവിചാരിതമായി ദിവാകരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു ദിവസം
അമ്പലത്തിൽ വെച്ച് ദേവികയുടെ വീണാവാദൻ പരിപാടി നടക്കുന്നത് കാണുന്നതിന് ഇടയായ ദിവാകരൻ അതിൽ ആകൃഷ്ടമാവുകയും അങ്ങനെ അവളെ സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി തൻ്റെ അലക്ഷ്യമായ ജീവിതം മതിയാക്കി ഒരു ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുവാൻ തുടങ്ങി. പ്രീതിഗിരിക്ക് വളരെ മോശമായ മാർക്കാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ദേവികയുടെ വരവോടുകൂടി ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന ലക്ഷ്യത്തോടുകൂടി ദിവാകരൻ കഠിനമായി പ്രവർത്തിച്ചു തുടങ്ങി. അതിൻ്റെ ഫലമായി മോശമില്ലാത്ത ഒരു മാർക്കോടുകൂടി പ്രീ ഡിഗ്രി പാസ്സാവുകയും ബികോമിന് നല്ല ഉയർന്ന മാർക്കോടുകൂടി വിജയം നേടി എംകോം പഠനം കഴിഞ്ഞ് ഒരു നല്ല സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദീപിക ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ തനിക്ക് തൻ്റെ ജീവിതം തന്നെ നഷ്ടമാകും എന്ന് തോന്നിയ ആ അവസരത്തിൽ നിന്നും ഒരു ജോലി നേടിയ സാഹചര്യം വരെ എത്തിയത് ആ ദേവികയുടെ സാമീപ്യമാണെന്ന് ദിവാകരൻ ഇന്നും വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദിവാകരന് ഒരു ഗവൺമെൻറ് ജോലി നേടുന്നതിനോ അതേപോലെ തന്നെ ഉയർന്ന സമ്പദ്ഘടന ഉണ്ടാക്കുന്നതിനോ സാധ്യം അല്ലാത്തതിനാലാണ് പ്രണയിനിയായ ദേവിക മറ്റൊരു സമ്പന്ന കുടുംബത്തിലേക്ക് ചേക്കേറിയത് എന്ന് ദിവാകരന് മനസ്സിലായി. എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയ ദേവികയെക്കുറിച്ച് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ദിവാകരൻ ഓർക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജീവിത ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോഴെല്ലാം ദേവികയെയും പ്രാരബ്ധങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവരാണ് ഭാര്യ എന്നും വിശ്വസിക്കുന്ന ദിവാകരൻ അങ്ങനെ മോശമില്ലാത്ത ഒരു ഭർത്താവായും നല്ല ഒരു പ്രാണനാഥനായും ഒരേ സമയം തന്നെ ജീവിച്ചു പോന്നു തുടരും.